സുഹൃത്തുക്കളെ, നമ്മുടെ സ്നാപ്പ് തുടരുകയാണ്. ഇന്ന് നമ്മൾ കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകൾ, കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകളിലെ നഗ്ന കവിതകൾ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എടുക്കുന്നത്. ഈ നഗ്ന കവിതകൾ എന്ന് പറയുന്ന അവസാനം ഈ പുസ്തകം DC ഇറക്കിയതാണ്. ഇതിന്റെ ലാസ്റ്റ് വരുന്നുണ്ട് നഗ്ന കവിതകൾ. കുറെ എണ്ണം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സ്നാപ്പ് നമ്പർ 1652 ആണ്. നമ്മൾ നേരത്തെ ശ്രീ തടിയിലൂരിന്റെ ചെറിയ ഇതേപോലെ നഗ്ന കവിതകൾ പോലെ തന്നെയായിരുന്നു, അണിക്കവിതകൾ പോലെയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ നമ്മുടെ മൂവ്മെന്റ്, യുദ്ധവിരുദ്ധ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ജീവിതഗന്ധിയായിട്ടുള്ളതും ആക്ഷേപഹാസ്യം കുറിക്കൊള്ളുന്നതും അന്ധവിശ്വാസത്തിനെയും നമ്മുടെ കപട സദാചാരത്തെയും അറിവില്ലായ്മ അജ്ഞതയിനൊക്കെ ചെറുതായിട്ട് കുത്തി നോവിക്കുന്ന ആക്രമിക്കുന്ന കവിതകളാണ്. ഒരുപാടുണ്ട്. കുരീപ്പുഴ ശ്രീകുമാർ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബ സുഹൃത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു റബ്ബൽ എന്നുള്ള സ്വഭാവത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ വീണ്ടും ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള, അല്ലെങ്കിൽ യുക്തിബോധവും ശാസ്ത്രബോധവും നിരീശ്വരവാദവും ഒക്കെ പുനഃസ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ളിടത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരുപാട് ആറ്റിക്കുറുക്കിയ അരണികടഞ്ഞ ചില കവിതകളാണ്. നമുക്ക് നോക്കാം. 1652 ഗവേഷണം. ഓക്കെ, ഗവേഷണം. ആത്മാർത്ഥ സുഹൃത്തായിട്ടും മദനൻ രമണനോടൊപ്പം ആത്മഹത്യ ചെയ്യാത്തതെന്ത്? മദനൻ മറ്റൊരു പ്രണയത്തിൽപ്പെട്ട് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. മദനൻ മറ്റൊരു പ്രണയത്തിൽപ്പെട്ട് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ചങ്ങമ്പുഴയുടെ രമണനിൽ ഇതിന് തെളിവില്ലല്ലോ. അതിനാശാന്റെ ലീലാകാവ്യം വായിക്കുക. കണ്ടെത്തലിനെ ഒരാൾക്ക് 2 തവണ ആത്മഹത്യ ചെയ്യുക. കണ്ടെത്തലിങ്ങനെ ഒരാൾക്ക് 2 തവണ ആത്മഹത്യ ചെയ്യുക സാധ്യമല്ല. അങ്ങനെയാണ് ആ കവിത പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത സ്നാപ്പിലേക്ക് പോകുന്നു. ഇതാണ് കുരീപ്പുഴ ശ്രീകുമാർ. സ്നാപ്പ് നമ്പർ 1653 അസ്ഥിരൂപി. അസ്ഥിരൂപിയെ ചൂണ്ടി കുട്ടി ചോദിച്ചു, ടീച്ചർ ഇതൊരു മനുഷ്യനായിരുന്നു? അതെ, ആഹാരം കഴിച്ചിരുന്നു, ഉറങ്ങിയിരുന്നു. മരിച്ചപ്പോൾ മക്ഷയും മാംസവും യാത്ര പറഞ്ഞപ്പോൾ അസ്ഥിരൂപിയായി. അസ്ഥിഭദ്രതയില്ലാതെ നീയില്ല, ഞാനുമില്ല. അസ്ഥിരൂപിയുടെ മതമേതാണോ ടീച്ചറേ? ഈ അസ്ഥിരൂപിയുടെ മതമേതാണ് ടീച്ചറേ? അസ്ഥിരൂപിയുടെ നെറ്റിയിലേക്കും തുടയല്ലുകൾക്കിടയിലേക്കും ടീച്ചർ നോക്കി. തോറ്റെന്ന് അസ്ഥിരൂപി ചിരിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ നോക്കിയിട്ട് തോറ്റെന്ന് അസ്ഥിരൂപി ചിരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യന്റെ കാര്യം അത്രയും. ഇങ്ങനെ തിന്ന് തടിച്ചു കൊഴുത്തിരിക്കുമ്പോ മാത്രം ജാതി ആശി എന്നൊക്കെ പറഞ്ഞ് തല്ലോടും. സ്കേലിട്ടൻ. അസ്ഥിരൂപി എന്ന് പറഞ്ഞ സ്കേലിട്ടനാണ്. സ്കേലിട്ടൻ ഉള്ളില് ഒരു ജാതിയിലൊരു മതമില്ല. ഒരു ജാതി സ്കേലിട്ടൻ എന്റെ ഗഡിയെ എന്ന് പറഞ്ഞ പോലെ. കുരീപ്പുഴ ശ്രീകുമാറിന്റെ സ്നാപ്പിലൂടെ കടന്നു പോവാണ്. 1654 സ്നാപ്പാണ്. വ്യാകരണം. അമേരിക്ക ഞാനും നീയും, ആമ്പലും ഓടാമ്പലും, ചെമ്പോത്തും പോത്തും, ഉമിനീരും ഉമിയും, പൂത്താങ്കീരിയും കീരിയും പോലെ, കടലും കടലാടിയും എന്നേ കടലെടുത്തു. അമേരിക്ക ഞാനും നീയും, ആമ്പലും ഓടാമ്പലും, ചെമ്പോത്തും പോത്തും, ഉമിനീരും ഉമിയും, പൂത്താങ്കീരിയും കിരിയും പോലെ, കടലും കടലാടിയും എന്നേ കടലെടുത്തു. വ്യാകരണ.
കുരിയപ്പുഴ ശ്രീകുമാറിന്റെ സ്നാപ്പ് നമ്മൾ ഈ പറഞ്ഞ തെരഞ്ഞെടുത്ത കവിതകൾ, കുരിയപ്പുഴ ശ്രീകുമാറിന്റെ കവിതകൾ DC ബുക്സ് ഇറക്കിയതാണ്. അതിൽ സ്നാപ്പുകളോട് പോവാണ്. ബഹുവ്രീഹി, ഒരു വ്യാകരണമാണല്ലോ. 1655 ബഹുവ്രീ, 1655 കൃഷി കൊണ്ട് വലയുന്നവൻ ആരോ അവൻ കൃഷിവലൻ. സമാസം. കൃഷി കൊണ്ട് വലയുന്നവൻ ആരോ അവൻ കൃഷിവലൻ. പാണിത്. കൃഷി കൊണ്ട് വലയുന്നവൻ ആരോ അവൻ കൃഷിവലൻ. ഭക്ഷണ പദാർത്ഥ പ്രധാനം ജീവിത സമാസം. ഭക്ഷണ പദാർത്ഥ പ്രധാനം ജീവിത സമാസം. പൂരിപ്പിക്കുക. ബഹുവ്രീഹി സമാസം. ഭക്ഷണ പദാർത്ഥ പ്രധാനം ജീവിത സമാസം. ഓക്കെ, വരുന്നു പുയ്യാപ്ല. 1656 സ്നാപ്പ് നമ്പർ 1656. പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ചെയ്തതാണത്, നല്ല യൂട്യൂബിലേക്ക് വേണ്ടി ചെയ്യാം. പുയ്യാപ്ല. 8ാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാള് വന്നു. ഒട്ടകവിയർപ്പിന്റെ സുഗന്ധം, താടി തലേക്കെട്ട്, നെറ്റിയിൽ ചെമ്പുതൊട്ട് ഉമ്മ പറഞ്ഞു, മോളെ പുയ്യാപ്ല. ബാപ്പ പറഞ്ഞു, മോളെ പുയ്യാപ്ല. പറഞ്ഞേൻ പുയ്യാപ്ല. കുഞ്ഞാമിനിയുടെ ഉള്ളു പറഞ്ഞു, ഉപ്പൂപ്പ. കുട്ടികളുടെ മനസ്സ് നിഷ്കളങ്ക. കുരിയപ്പുഴ ശ്രീകുമാറിന്റെ കവിതകൾ, അതിലേക്ക് നമ്മൾ നക്തകവിതകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1657 സ്നാപ്പ് നമ്പർ 1657 ചിത്രങ്ങൾ. സ്വർണം കെട്ടിയ കല്യാണപ്പന്തലിൽ 2 ചിത്രങ്ങൾ. കെട്ടുപെണ്ണിനെ ഒട്ടക്കണ്ണുകൊണ്ട് പോലും നോക്കാത്ത ഗുരു. 16,008 ഭാര്യമാരുടെ നീലക്കാർ വർണ്ണൻ. അതിഥിയായി എത്തിയ സ്വാമി സമ്മാനിച്ചത് രാമന്റെ ചിത്രം. നവദമ്പതികളെ പിന്നെ ഞാൻ കണ്ടത് കുടുംബ കോടതിയുടെ വരാന്തയിൽ. സ്നാപ്പ് നമ്പർ 1658 യുറീക്ക. ബാലികയെ ബലാത്സംഗം ചെയ്തവരിൽ 8 ഹിന്ദുക്കൾ, 6 മുസ്ലിംകൾ, 4 ക്രിസ്ത്യാനികൾ. യുറീക്ക. മതസൗഹാർദ്ദം. യുറീക്ക. എങ്ങനെയുണ്ട് കണക്ക്? സ്നാപ്പ് നമ്പർ 1659 എത്തുകയാണ്. മതപ്രസംഗം. കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്നും പകർന്നു ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയെടുത്ത കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുത വിളക്കിന്റെ ചോട്ടിൽ മൈക്കിന് പിന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടർ, മിക്സി, ഫ്രിഡ്ജ്, യന്ത്രം, ജീപ്പ്, വൈദ്യുത വിളക്ക്, മൈക്ക്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മതപണ്ഡിതൻ ശാസ്ത്രത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. കൊള്ളാം. സ്നാപ്പ് നമ്പർ 1660 കൊതുക്. എണ്ണയും പുകയും അടക്കം കൊല്ലി വലയുമായി വന്ന എണ്ണയും പുകയും
അടക്കം കൊല്ലി വലയുമായി വന്ന ശാസ്ത്രജ്ഞനോട് കൊതുകിന്റെ കുഞ്ഞു പറഞ്ഞു, ഡെങ്കിപ്പനി ബാധിച്ച് ഒരു കൊതുകും ഇതുവരെ മരിച്ചിട്ടില്ല. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു കൊതുകും ഇതുവരെ മരിച്ചിട്ടില്ല. ഒരു കൊതുക് കാലിനും മണ്ടില്ല. വധശിക്ഷ നൽകേണ്ടത് ആർക്ക്? വധശിക്ഷ നൽകേണ്ടത് ആർക്ക്? സ്നാപ്പ് നമ്പർ 1661 കാണാനില്ല. വസന്തത്തിന്റെ നിറം, ഉയർന്ന ചിന്ത, കവിളിൽ ചുവന്ന മറുക്, ദേശക്കളങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന സോഷ്യലിസം എന്ന് പേരിട്ട സങ്കല്പ ശിശുവിനെ കാണാനില്ല. കണ്ടുകിട്ടുന്നവർ ദയവായി വസന്തത്തിന്റെ നിറം, ഉയർന്ന ചിന്ത, കവിളിൽ ചുവന്ന മറുക്, ദേശക്കളങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന സോഷ്യലിസം എന്ന് പേരിട്ട സങ്കല്പ ശിശുവിനെ കാണാനില്ല. കണ്ടുകിട്ടുന്നവർ ദയവായി സ്റ്റെപ്പ് നമ്പർ 1662 കുപ്പത്തൊട്ടി. നഗരത്തിലെ കുപ്പത്തൊട്ടിയിൽ ചുരുട്ടിക്കൂട്ടിയ മെത്തയിൽ കൂർക്കം വലിച്ചിറങ്ങുന്ന ഭർത്താവ്. ഉപേക്ഷിക്കപ്പെട്ട പാഴ്വസ്തു. നഗരത്തിലെ കുപ്പത്തൊട്ടിയിൽ ചുരുട്ടിക്കൂട്ടിയ മെത്തയിൽ കൂർക്കം വലിച്ചിറങ്ങുന്ന ഭർത്താവ്. ഉപേക്ഷിക്കപ്പെട്ട പാഴ്വസ്തു. വാർദ്ധക്യകാലാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്റ്റെപ്പ് നമ്പർ 1663 നമ്മൾ എത്തുകയാണ്. മിസ്സിസ് പൊങ്ങച്ച സഞ്ചിയിൽ എന്തുണ്ട്? വനിതകൾക്കായുള്ള മാസികകൾക്കുള്ളിൽ എന്തുണ്ട്? നീറുന്ന ജീവിത പ്രശ്നങ്ങൾ. നീറുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? സാരി, മുഖക്കുരു, ലിപ്സ്റ്റിക്ക്. സ്റ്റിക്കല്ലാതില്ലയോ പ്രശ്നങ്ങൾ. ഭക്ഷണം, വിശ്രമം, വ്യായാമം. മിസ്സിസ്. സ്റ്റെപ്പ് നമ്പർ 1664 ബുദ്ധന്റെ പല്ല്. ശ്രീലങ്ക. ഇന്ത്യയിട്ട മുട്ട. ജാഫ്ന. സിംഹളന്റെ പുകയില. ബുദ്ധന്റെ പല്ല് നോക്കി ഭിക്ഷുക്കൾ മന്ത്രിച്ചു, യുദ്ധം ശരണം ഗച്ഛാമി. യുദ്ധം ശരണം ഗച്ഛാമി. യുദ്ധം ശരണം ഗച്ഛാമി. ബുദ്ധന്റെ പല്ല്. സ്നാപ്പ് നമ്പർ 1665 പുലി. മുടിക്കെട്ടിൽ നിന്നും കൈയെടുത്ത് അന്തരീക്ഷത്തിൽ ഉയർത്തി ആൾദൈവം അത്ഭുതം കാട്ടി. ആരാധകർ ആർത്തു വിളിച്ചു, പുലി പുലി പുലി. പണ്ടത്തെ കുട്ടി പറഞ്ഞു, ഊറാ പുലി ഊറാ പുലി ഊറാ പുലി. സുഹൃത്തുക്കളെ, നമ്മുടെ സ്നാപ്പ് നെക്സ്റ്റ് 1666 നേതാവ്. ഞാൻ ചന്ദ്രനെ 1000 വട്ടം കണ്ടെന്നോ? എന്റെ പട്ടി കണ്ടു കാണും. ചന്ദ്രൻ 1000 വട്ടം എന്നെ കാണുകയും ചന്ദ്രനിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ഓഫറുകളാ നേതാക്കന്മാര്
ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചന്ദ്രൻ 1000 വട്ടം കണ്ടെന്നോ? എന്റെ പറ്റി കണ്ടു കാണും. ചന്ദ്രൻ 1000 വട്ടം എന്നെ കാണുകയും ചന്ദ്രനിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും ഭീകര ചർച്ചയാണ് കേട്ടോ. ചന്ദ്രനെ കാണാത്ത നേതാവിന്റെ മുൻപിൽ ചന്ദ്രൻ നേരിട്ട് ഹാജരായി. ഉടനെ ചന്ദ്രനിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കാമെന്ന് നേതാവ് പറഞ്ഞിരിക്കുന്നു. എന്തൊരു നേതൃത്വ പാഠവും! കുരിപ്പുഴ വെച്ച് പടക്കുകയാണ്. അപ്പൊ നമ്മൾ നേതാവ് കഴിഞ്ഞിട്ട് വരുന്നത് കലികാലം 1667, സ്നാപ്പ് നമ്പർ 1667 എത്തുകയാണ്. കലികാലം നോക്കാം. ഭഗവതി ഇപ്പോൾ പഴയതുപോലെ വിത്തുവാരി എറിയാറില്ല. പ്രതിരോധ കുത്തിവെപ്പിന്റെ കലികാലം. ഭഗവതി ഇപ്പോൾ പഴയതുപോലെ വിത്ത് വാരി എറിയാറില്ല. ഈ വസൂരി ഉണ്ടാക്കുന്ന വിത്തുണ്ടല്ലോ, വാരി എറിയാറില്ല. പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കലികാലം. സയൻസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോ എവിടെ പോയി അന്ധവിശ്വാസം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ ധ്വനി. കുരിപ്പുഴയുടെ കവിതകൾ അതിന്റെ യുക്തിവാദവും ശാസ്ത്ര ചിന്തയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് പമ്പ സ്നാനം 1668 നോക്കാം. മുങ്ങി നിവർന്നപ്പോ മുടിയിൽ പറ്റിയ ചന്ദനവും കൊണ്ട് ആർത്തു വിളിച്ചു മുരുകപ്പ സ്വാമി. ഇങ്ങനെയൊക്കെ തേച്ചിട്ട് മുങ്ങി നിവർന്നപ്പോൾ മുടിയിൽ പറ്റിയ ചന്ദനവും കൊണ്ട് ആർത്തു വിളിച്ചു മുരുകപ്പ സ്വാമി. കണ്ണും പൂട്ടി മൂക്കുപൊത്തി കൂടെ വിളിച്ചു കന്തപ്പ സ്വാമി. പമ്പയിൽ വാസനേ ശരണമയ്യപ്പ. പമ്പയിൽ വാസനേ ശരണമയ്യപ്പ. മുരുകപ്പ സ്വാമി വിളിച്ചു പമ്പയിൽ വാസനേ ശരണമയ്യപ്പ. കന്തസ്വാമി വിളിച്ചു പുറകെ കന്തപ്പ സ്വാമി. പമ്പയിൽ വാസനേ ശരണമയ്യപ്പ. സ്നാപ്പ് നമ്പർ 1669. വീഴ്ത്തപ്പെട്ടവൾ നോക്കാം. വീഴ്ത്തപ്പെട്ടവൾ. തെരേസാമ്മയ്ക്ക് ഇനി കുരിശടികൾ, കപേളകൾ, കാസകൾ, റാസകൾ. തെരേസാമ്മയ്ക്ക് ഇനി കുരിശടികൾ, കപേളകൾ, കാസകൾ, റാസകൾ. ഭണ്ഡാരത്തിന് പിന്നിലെ കണ്ണാടിക്കൂട്ടിൽ നിന്ന് ഇനി നീ നെടുവീർപ്പിടുക. അനാഥവംശം അസ്തമിക്കുന്നില്ല. വാഴ്ത്തപ്പെട്ടവളല്ല, അത് വീഴ്ത്തപ്പെട്ടവളാ. ഭണ്ഡാരത്തിന് പിന്നിലെ കണ്ണാടിക്കൂട്ടിൽ നിന്ന് ഇനി നീ നെടുവീർപ്പിടുക. അനാഥവംശം അസ്തമിക്കുന്നില്ല. അനാഥവംശം അസ്തമിക്കുന്നില്ല. സ്റ്റാമ്പ് നമ്പർ 1670. വാൽ. ഗീതാ നമ്പൂതിരി, ഗീതാ വർമ്മ, ഗീതാ വാര്യർ, ഗീതാ നായർ, ഗീതാ കുറുപ്പ്, ഗീതാ പോറ്റി. പാവം ഗീതയ്ക്ക്
സവർണ പാപത്തിന്റെ ചുവന്ന പാലുകൾ, അഴുക്കുചാലുകൾ. ഗീതാ നമ്പൂതിരി, ഗീതാ വർമ്മ, ഗീതാ വാര്യർ, ഗീതാ നായർ, ഗീതാ കുറുപ്പ്, ഗീതാ കുറുപ്പ്, ഗീതാ പോറ്റി. പാവം ഗീതയ്ക്ക് സവർണ പാപത്തിന്റെ ചുവന്ന വാലുകൾ, അഴുക്കുചാലുകൾ. സ്നാപ്പ് നമ്പർ 1671. ദൈവങ്ങൾ. ബാബറി പള്ളി പൊളിച്ചടക്കിയപ്പോൾ പടച്ചോൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആരാധനാലയത്തിൽ ആയുധങ്ങൾ ശേഖരിച്ചപ്പോൾ അദ്ദേഹം അന്റാർട്ടിക്കയിലായിരുന്നു. കശ്മീരിൽ നിന്നും പ്രാണൻ കയ്യിലെടുത്തോടിയപ്പോൾ ഭഗവാന്മാരും ഭഗവതിമാരും ബഹിരാകാശ യാത്രയിലായിരുന്നു. ആദിവാസികളെ വെടിവെച്ചിട്ടപ്പോൾ നെറ്റിയിലെ തീക്കണ്ണിൽ തിമിരമായിരുന്നു. ശത്രുപക്ഷത്ത് നിൽക്കുകയോ മുങ്ങുകയോ ചെയ്യുന്ന ദൈവങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം? ശത്രുപക്ഷത്ത് നിൽക്കുകയോ മുങ്ങുകയോ ചെയ്യുന്ന ദൈവങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം? ശക്തമായ ചോദ്യങ്ങളാണ്. ആക്ഷേപഹാസ്യത്തിലൂടെ തന്നെയാണ്. കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് നമുക്ക് ഈ ഒരു മെത്തഡോളജി പഠിപ്പിച്ചു തന്നത്, അതിനെ തുടർന്ന് വികേനം ഒക്കെ ചെയ്തതാണ്. അപ്പം അത് തുടർന്നു പോവുകയാണ്. സ്നാപ്പ് നമ്പർ 1672. പരലോകം. ഉണ്ട ചോറ് ഉണ്ടു, കണ്ട പൂ കണ്ടു, കൊണ്ടമഴ കൊണ്ടു. ഉണ്ട ചോറ് ഉണ്ടു, കണ്ട പൂ കണ്ടു, കൊണ്ടമഴ കൊണ്ടു. ഇത്രയേയുള്ളടോ ജീവിതം, പിന്നെന്ത് സ്വപ്നം? നിരർത്ഥകം നിന്റെ പരലോകം, നിരർത്ഥകം നിന്റെ പരലോകം. ഉണ്ട ചോറ് ഉണ്ടു, കണ്ടപ്പൂ കണ്ടു, കൊണ്ടമഴ കൊണ്ടു. ഇത്രയേയുള്ളടോ ജീവിതം, പിന്നെ എന്ത് സ്വപ്നം? നിരർത്ഥകം നിന്റെ പരലോകം. സ്നാപ്പ് നമ്പർ 1673. പഴക്കട. രാസലായനിയിൽ കുളിച്ചു മരിച്ച മുന്തിരി. അമോണിയപ്പഴം. കുത്തിവയ്പ്പിലൂടെ ഗർഭം ധരിച്ച തക്കാളി. ദുർമേധസ്സുള്ള പേരയ്ക്ക. വെന്തു പഴുത്ത മാമ്പഴം. വിഷം മണക്കുന്ന മധുരനാരങ്ങ. മരണം മധുരതരം. മരണം മധുരതരം. മരണം മധുരതരം. മരണം മധുരതരം. മരണം മധുരതരം. സ്നാപ്പ് നമ്പർ 1674. ആകാശവാണി. നോക്കാം. ആകാശവാണി. യമുനേ കണ്ണാ. ഹരികാമ്പോച്ചി. ഓടക്കുഴലേ രാധേ ദ്വാപരയുഗമേ. മേ 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 മേ. ഇത്രയും കാലം നിങ്ങൾ കേട്ടത് യമുനേ കണ്ണാ ഹരികാംബോജി. ഒടക്കുഴലേ രാധേ
ദ്വാപരയുഗമേ മേ മേ മേ. ഇത്രയും കാലം നിങ്ങൾ കേട്ടത് കഠിന സംഗീത പാഠം. സ്റ്റെപ്പ് നമ്പർ 1675 എത്തു. ഫ്രീ 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 മാർജിൻ ഫ്രീ. നക്ഷത്ര വേശ്യാലയം. മാർജിൻ ഫ്രീ നക്ഷത്ര വേശ്യാലയം. മാർജിൻ ഫ്രീ വ്യാജ കറൻസി. മാർജിനിൽ ജനത. മർജാര കവിത. വോട്ട് മാത്രം വെറും ഫ്രീ. സ്നാപ്പ് നമ്പർ 1676 നമ്മൾ എത്തുന്നു. യക്ഷിയുടെ ചുരിദാർ. യക്ഷിയുടെ ചുരിദാർ. കത്തനാരുടെ യക്ഷിക്ക് വെളുത്ത മുലക്കച്ച. കത്തനാരുടെ യക്ഷിക്ക് വെളുത്ത മുലക്കച്ച. നിലയാറ്റൂരിന്റെ യക്ഷിക്ക് വെള്ള സാരി. ഇനിയുള്ള യക്ഷികൾക്ക് ചുരിദാറും മിനിയും മിഡിയും മാക്സിയും. ക്ഷമിക്കണം സാർ, അറിവുള്ള വസ്ത്രങ്ങളാലേ യക്ഷി നഗ്നതയും മറയൂ. അറിവുള്ള വസ്ത്രങ്ങളാലേ യക്ഷി നഗ്നതയും മറയൂ. യക്ഷിയുടെ ചുരിദാർ. സ്നാപ്പ് നമ്പർ 1677 നമ്മൾ എത്താണ്. വയലും പുസ്തകവും. വയലും പുസ്തകവും. ആലുവരെയുള്ളൂ. ബലരാമൻ വിതച്ച വയലേത്? കുട്ടികള് ടീച്ചറോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ടീച്ചറെ ടീച്ചറെ ഈ ബലരാമൻ വിതച്ച വയലേത്? ടീച്ചറെ ടീച്ചറെ സരസ്വതി രചിച്ച പുസ്തകമേത്? സരസ്വതി രചിച്ച പുസ്തകം ഏതാ ടീച്ചറെ? ബെസ്റ്റ്. സ്റ്റെപ്പ് നമ്പർ 1678 ദുശ്ശീലം. ഞാൻ അദ്ദേഹത്തെ പോലെ മദ്യം തൊട്ട് ഇറക്കിയിട്ടില്ലാത്ത ആളല്ല. ഞാൻ അദ്ദേഹത്തെ പോലെ മദ്യം തൊട്ട് ഇറക്കിയിട്ടില്ലാത്ത ആളല്ല. പക്ഷെ ഞാൻ ആരുടെയും പള്ളി പൊളിച്ചിട്ടില്ല. ഞാൻ പുകവലിച്ചിട്ടില്ലാത്ത ആളുമല്ല. എങ്കിലും ഞാൻ ആരെയും ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നിട്ടില്ല. ഞാൻ സമ്പൂർണ്ണ സസ്യബുക്കല്ല. എന്നാലും ഞാൻ അന്യമതസ്ഥകളെ ബലാത്സംഗം ചെയ്യുകയോ അമ്മ വയറ്റിൽ ഉറങ്ങിയ കണ്ണു തുറക്കാ കൺമണിയെ ചൂളത്തിൽ കുത്തി തീയിലെറിഞ്ഞിടുകയോ ചെയ്തിട്ടില്ല സാർ. അപ്പോൾ ചങ്ങാതി യഥാർത്ഥ ദുശ്ശീലമെന്താണ്? യഥാർത്ഥ ദുശ്ശീലമെന്താണ്? ഗംഭീര ചോദ്യ. സംഘപരിവാറ് ടീമുകള് അതുപോലെയുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം ട്ടാ എന്താ ദുശ്ശീലെന്ന്. സ്നാപ്പ് നമ്പർ 1679 നമ്മൾ എത്തുകയാണ്. റോങ്. പോകുന്നേരം സഖാവ് പറഞ്ഞു, റൈറ്റ്. സമുദ്രത്തിൽ വീണപ്പോൾ ചിതാഭസ്മം പറഞ്ഞു, റോങ്. പോകുന്നേരം സഖാവ് പറഞ്ഞു, റൈറ്റ്. സമുദ്രത്തിൽ വീണപ്പോൾ ചിതാഭസ്മം പറഞ്ഞു, റോങ്. സ്നാപ്പ് നമ്പർ 1680 ഗീത. നിത്യേന ഗീത വായിക്കുകയും സദാ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ഗാന്ധി. നിത്യേന ഗീത വായിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു നമ്മുടെ ഗാന്ധി. അങ്ങനെ തന്നെ ഗോഡ്സെയും
അങ്ങനെ തന്നെ ഗോഡ്സെയും. എങ്ങനെയുണ്ട് രണ്ടുപേരുടെ കർമ്മപദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഗീത തന്നെ രണ്ടുപേരും കൊണ്ടു നടന്നിരുന്നത്. ഒരാൾ ഡു യുവർ ഡ്യൂട്ടി, അതിന്റെ പോസിറ്റീവ് സൈഡ്, മറ്റാളോ നെഗറ്റീവ് സൈഡ്, ഡു യുവർ ഡ്യൂട്ടി. കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകളിൽ നിന്ന് ഈ നഗ്നകവിതകൾ ഇനിയുണ്ട്. 1681 ദേശീയഗാനം. നമ്മൾ ഗാന്ധി ദേശീയഗാനം അങ്ങനെയുള്ളതിലേക്ക് വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഇന്ത്യൻ അവസ്ഥയിലേക്ക്. ദേശീയഗാനം 1681 സ്നാപ്പാണ്. ദേശീയഗാനം. സുഹൃത്തെ, ജനഗണമന തെറ്റുകൂടാതെ ഒന്ന് എഴുതി തരാമോ? ഏതെങ്കിലും പത്രത്തിന് നൽകാനാണ്. സമ്പാദകൻ എന്നെഴുതി എൻ്റെ പേരും വെച്ച്. എങ്ങനെയുണ്ട് അഭ്യർത്ഥന? സുഹൃത്തെ, ജനഗണമന തെറ്റുകൂടാതെ ഒന്ന് എഴുതി തരാമോ? ഏതെങ്കിലും പത്രത്തിന് നൽകാനാണ്. സമ്പാദകൻ എന്നെഴുതി എൻ്റെ പേരും വെച്ച്. എൻ്റെ പേരും വെച്ച്. അത് രഹസ്യം എന്നാണ് ഈ സ്നാപ്പിന് പേര്. രഹസ്യം. നോക്കാം. കുരീപ്പുഴ ശ്രീകുമാറിന്റെ നഗ്ന കവിതകളിലൂടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രഹസ്യം 1682 സ്നാപ്പായിട്ടാണ് വയ്ക്കുന്നത്. പ്രതിമകാന്തി കാക്കയോട് പറഞ്ഞു, കാക്കേ, ഒരു തോക്കുമായി വാ, ഒരു തോക്കുമായി വാ. പ്രതിമകാന്തി കാക്കയോട് പറഞ്ഞു. ചുമ്മാ തലയിൽ തൂറിട്ട് വടക്കാക്കിയിട്ട് വല്ല കാര്യമുണ്ട്. കാക്കേ, ഒരു തോക്കുമായി വാ. സ്നാപ്പ് നമ്പർ 1683. നോക്കാം. പോസ്റ്റ്മോർട്ടം. കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകൾ, തെരഞ്ഞെടുത്ത കവിതകളിലെ അവസാന ഭാഗത്തെ നഗ്ന കവിതകളാണ്. പോസ്റ്റ്മോർട്ടം 1683. തുടിയും കലപ്പയും ശബ്ദിച്ചപ്പോൾ ദളിത മൃതദേഹം പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടു. ഉദരത്തിൽ നിന്നും കണ്ടെടുത്തത് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടിയും കലപ്പയും ശബ്ദിച്ചപ്പോൾ ദളിത മൃതദേഹം പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടു. ഉദരത്തിൽ നിന്നും കണ്ടെടുത്തത് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എങ്ങനെയുണ്ട്? ഓക്കെ. സ്നാപ്പ് നമ്പർ 1684. അഭിമുഖം. അഭിമുഖം നോക്കാം. വസന്തത്തെക്കുറിച്ച് മാത്രം പാടിയ മഹാകവി മനസ്സു തുറക്കുന്നു. വസന്തത്തെക്കുറിച്ച് മാത്രം പാടിയ മഹാകവി മനസ്സു തുറക്കുന്നു. പരസ്യവാചക പൂവള്ളിയിൽ പിടിച്ച് കൗതുകത്തോടെ ഞാൻ അഭിമുഖം വായിച്ചു. പരസ്യവാചക പൂവള്ളിയിൽ പിടിച്ച് കൗതുകത്തോടെ ഞാൻ അഭിമുഖം വായിച്ചു. എന്തൊരു ദുർഗന്ധം! മാലിന്യ കൂമ്പാരം വെറുതെയല്ല. മാലിന്യ കൂമ്പാരം വെറുതെയല്ല താമര വിടർന്നത്. ഈ എപ്പിസോഡിലെ അവസാനത്തെ സ്നാപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. യുദ്ധം അവസാനത്തെ സ്നാപ്പാണ്. 1685 സ്നാപ്പായിട്ടാണ് വരുന്നത്. യുദ്ധം. രാഷ്ട്രം കൊന്നു തന്ന മകനിലേക്ക് പൊടുന്നനെയുള്ള മഹാജലപാതം പോലെ പെൺമയുടെ നിലവിളി. രാഷ്ട്രം കൊന്നു തന്ന മകനിലേക്ക് പൊടുന്നനെയുള്ള മഹാജലപാതം പോലെ പെൺമയുടെ നിലവിളി. നെറ്റിയും നെഞ്ചും തകർന്ന് അനാഥത്വത്തിന്റെ വെല്ലിടി. നെറ്റിയും നെഞ്ചും തകർന്ന് അനാഥത്വത്തിന്റെ വെല്ലിടി. മോനെ 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 മോനെ. ഇന്ത്യയിലായാലെന്ത്, ഇസ്ലാമാബാദിലായാലെന്ത്,
ഇന്ത്യയിലായാലെന്ത്, ഇസ്ലാമാബാദിലായാലെന്ത്. നമ്മൾ ഇന്ന് 10-32ഓളം സ്നാപ്പുകളാണ് ഒരുമിച്ച്. കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകളിൽ ശക്തമായ കവിതകൾ ഇനിയുണ്ട്, എങ്കിലും നമ്മൾ ഈ സ്നാപ്പോടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 15 വരെ കണ്ടിന്യൂ ചെയ്യുന്നു 101 സ്നാപ്പുകൾ എന്നുള്ളതാണ്. നമ്മൾ 1685 വരെ എത്തിയിരിക്കുന്നു. ഇനി ഒറ്റ കവിതകൾ ചിലത് ചെയ്യാനുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് മുന്നോട്ട് പോകാം. കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകളിലൂടെ വരിക. കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകളെല്ലാം കേൾക്കാത്തവരും വായിക്കാത്തവരും കേൾക്കുക, വായിക്കുക. ഞാൻ ചാക്കോടി അന്തിക്കാട്, സ്നാപ്സ് ചാക്കോടി അന്തിക്കാടിൽ ആണ് ഇത് വരുന്നത്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. നേരത്തെ പറഞ്ഞതാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒപ്പം ഉണ്ടായിരിക്കുക. ബി വിത്ത് ചാക്കോടി അന്തിക്കാട് ആൻഡ് ബി വിത്ത് ദി സ്നാപ്സ്.